അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാൻ അള്ളാഹുവിൻ്റെ അടിമകളായ മുഅ്മിനുകൾക്ക് നൽകിയിരിക്കുന്നത് അവർക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൻ്റെ ആഗമനത്തെക്കുറിച്ച് അറിയിച്ചുകൊണ്ട് സഹാബാക്കളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പ്രയോഗിച്ചത് നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനായി ഒരു മാസം വരുന്നു എന്നാണ്. സാധാരണ നിലയിൽ മനുഷ്യൻ പ്രയാസപ്പെടുമ്പോൾ, യാത്രയിൽ കഷ്ടപ്പെടുമ്പോൾ, ചൂട് സമയങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഒഴിവാക്കുന്നതിന് തണൽ മരത്തെ ആശ്രയിക്കാറുണ്ട്. തണൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്നാൽ വളരെ ആശ്വാസമാകും മനുഷ്യന്. എത്ര ദീർഘമായ യാത്ര ചെയ്തു വരുന്നവരാണെങ്കിലും അല്പം തണൽ കിട്ടിയാൽ അതിൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് തണൽ വിരിക്കാൻ വേണ്ടി ഒരു മാസം വരുന്നു. തണൽ വിരിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം ആശ്വാസമാണ്, സമാധാനമാണ്. വിശുദ്ധ റമളാൻ സമാധാനത്തിൻ്റെ മാസമാണ്, മുഅ്മിനുകൾക്ക് ആശ്വാസത്തിൻ്റെ മാസമാണ്. കാരണം വിശുദ്ധമായ റമളാനിൽ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അനുസരിച്ച് ചെയ്യാനും ഭൗതികമായ ആ വിഷയങ്ങളിൽ മാത്രം പൂർണ്ണമായി ലയിച്ചു പോകാതിരിക്കാനും ശ്രദ്ധിക്കുന്ന സമയമാണ്. അങ്ങനെ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോഴാണ് അവന് സമാധാനമുണ്ടാകുന്നത്, ആശ്വാസമുണ്ടാകുന്നത്. ഇബാദത്തുകളെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അല്ലാഹു തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അള്ളാഹുവിൻ്റെ സ്മരണ നിങ്ങളിൽ ഉണ്ടാകാൻ, അശ്രദ്ധരായി കഴിയുന്ന നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരാനാണ് ഇബാദത്തുകളെ നിശ്ചയിച്ചിരിക്കുന്നത്. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് അള്ളാഹു പറഞ്ഞു, അഖിമിസ്സലാത്ത ലിദിക്രി, എൻ്റെ ഓർമ്മയും എന്നെക്കുറിച്ചുള്ള സ്മരണയും നിങ്ങളിൽ വന്നു ചേരുന്നതിന് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. ദിവസം പലതരത്തിലുള്ള ജോലികളിൽ മുഴുകി അവരവരുടെ ആവശ്യങ്ങൾക്കായി പല ഭാഗങ്ങളിലും ഇങ്ങനെ യാത്ര ചെയ്ത് പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധനാകാനും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനും സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം മനുഷ്യന് നൽകിയത് അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്താനാണ്. രാവിലെ പല ഉദ്ദേശങ്ങളോട് കൂടിയാണ് മനുഷ്യൻ ഉറക്കമുണരുന്നത്. അന്ന് നിർവഹിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ ചിന്തിച്ച് ചിലപ്പോൾ രാത്രിയെല്ലാം ആ ചിന്തയിൽ കഴിഞ്ഞുകൂടി അള്ളാഹുവിൻ്റെ ശ്രദ്ധ വരാതെ, ചിന്ത വരാതെ അവൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ചിന്തയിൽ മാത്രം വ്യാപൃതനായി രാവിലെ ഉറക്കത്തിൽ നിന്നും ഉണരുന്ന മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുബഹി നമസ്കാരത്തിൽ കൂടി അള്ളാഹുവിൻ്റെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നു. അള്ളാഹുവിനെ ഓർക്കാതിരിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് സാധിക്കാതെ ആകുന്ന തരത്തിൽ അല്ലാഹു തആല സുബഹിയുടെ സമയത്ത് തന്നെ അവനെ അള്ളാഹുവിലേക്ക് തിരിക്കുന്നു. സുബഹി നമസ്കാരാനന്തരം അവൻ്റെ ജോലികളിൽ വ്യാപൃതനാകുന്ന മനുഷ്യനെ അതിൽ തന്നെ ലയിച്ച് കഴിയുമ്പോൾ അവൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ അവസരം കിട്ടാതെയായി പോകുമ്പോൾ ഉച്ച സമയമാകുമ്പോൾ ദുഹറിൻ്റെ സമയത്ത് അല്ലാഹു തആല വീണ്ടും അവനിലേക്ക് അവനെ തിരിക്കുന്നു. നമസ്കാരത്തിൽ കൂടി അള്ളാഹുവിൻ്റെ ഓർമ്മ അവനിൽ ഉണ്ടാക്കി തീർക്കും.
ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ത്യാഗങ്ങളുമെല്ലാം നിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ നിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ നിന്റെ പരിശ്രമം മാത്രം മതിയാവുകയില്ല. നിന്റെ പരിശ്രമം എത്ര കൂടിയതാണെങ്കിലും എത്ര ഉയർന്നതാണെങ്കിലും അതിൽ കൂടി മാത്രം നിനക്ക് കാര്യം സാധിക്കാൻ എളുപ്പമല്ല. അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനവും ഉണ്ടാകാതെ നിന്റെ കാര്യങ്ങൾ നടക്കുകയില്ല എന്നിടത്തേക്ക് അള്ളാഹു തആല അവനെ കൊണ്ടുപോയി ചേർക്കുന്നു. ളുഹറിൻ്റെ സമയത്ത് വീണ്ടും അവൻ അള്ളാഹുവിൻ്റെ ചിന്തയിൽ നിന്ന് മാറി അവൻ്റെ ജോലിയിൽ മുഴുകി അവൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുകയും, പ്രത്യേകിച്ച് വൈകുന്നേര സമയമാകുമ്പോൾ എല്ലാ മനുഷ്യരും പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക്, യാത്രക്കാർ യാത്രയിൽ നിന്ന് തിരിച്ചു വരാൻ, എന്തെങ്കിലും ആവശ്യവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർ അവരുടെ ആവശ്യത്തിൽ നിന്നും അത് നിർവഹിച്ച് മടങ്ങിയെത്താൻ, ഏതെങ്കിലും തൊഴിലുകളിൽ വ്യാപൃതരായിരിക്കുന്നവർ അവരുടെ തൊഴിലുകൾ അവസാനിപ്പിച്ച് അവർക്ക് തിരിച്ചു മടങ്ങാൻ, ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ട ആളുകൾ ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച് അവർക്ക് അതിൽ നിന്നും മുക്തി നേടാൻ. പിന്നെ വൈകുന്നേര സമയമാകുമ്പോൾ അവൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾ അവൻ്റെ മുന്നിൽ വരും. അവൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ നേടിയെടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ കമ്പോളത്തിലും ചന്തയിലുമെല്ലാം ആയിട്ട് മനുഷ്യൻ അവൻ്റെ സമയത്തെ കഴിച്ചു കൂട്ടും. അവിടെ പോകാൻ അവൻ നിർബന്ധിതനാകും. കമ്പോളങ്ങളും ചന്തയും കച്ചവട സ്ഥാപനങ്ങളും എന്നൊക്കെ പറയുന്നത് എപ്പോഴും അള്ളാഹുവിൻ്റെ ചിന്തയിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നതാണ്, മനുഷ്യനെ മാറ്റിക്കളയുന്നതാണ്. ഭൗതികമായ വസ്തുക്കളുമായിട്ടുള്ള കൂടുതൽ അടുപ്പം അവൻ്റെ ചിന്തയെ മാറ്റിക്കളയും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ധ്യാനവും അള്ളാഹുവിൻ്റെ സ്മരണയും അവൻ്റെ മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി അസർ നമസ്കാരത്തിന് അല്ലാഹു തആല വിളിക്കും. ഇതേ ജോലിയിൽ മടങ്ങിയെത്താനുള്ള വെപ്രാളത്തിൽ അള്ളാഹുവിൻ്റെ ചിന്ത മറന്നുപോകുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യാസ്തമനത്തിൻ്റെ സമയമാകുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു കടന്നു. പകൽ സമയം മുഴുവനും അല്ലാഹു തആല അവന് ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവൻ്റെ തൊഴിലുകൾക്ക് വേണ്ടി നൽകിയിരുന്ന സമയമായിരുന്നു. ആ സമയം തീർന്നു. ഇനി അവന് പകല് തീർന്നുപോയി. ഇനി അവൻ കടക്കുന്നത് രാത്രിയിലേക്കാണ്. രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും കണക്കുകൂട്ടാൻ സാധ്യമല്ല. ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഇല്ലാതെയായി പോകാതിരിക്കാൻ വേണ്ടി മഗ്‌രിബ് നമസ്കാരത്തിലേക്ക് അള്ളാഹു വിളിക്കുന്നു. ശേഷം അവൻ്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചവൻ ഉറങ്ങാൻ ആരംഭിക്കുമ്പോൾ, ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ, ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ചിന്തയില്ലാതെ ഉറങ്ങാൻ പാടില്ല. ഇശാ നമസ്കാരം ആ സമയത്ത് നിർവഹിക്കണം. ചുരുക്കത്തിൽ നമസ്കാരങ്ങളെല്ലാം അല്ലാഹു തആല വച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്മരണ അവനിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ സ്മരണ വന്നവൻ അള്ളാഹുവിലേക്ക് തിരിയണം. ഇതിനു വേണ്ടിയാണ് നമസ്കാരം വച്ചിരിക്കുന്നത്. ഇങ്ങനെ മറ്റെല്ലാ ഇബാദത്തുകളും അല്ലാഹു തആല വച്ചിരിക്കുന്നത് മനുഷ്യന് അള്ളാഹുവിൻ്റെ ചിന്ത ഉണ്ടാക്കുകയും അള്ളാഹുവിൽ നിന്ന് മനുഷ്യൻ അശ്രദ്ധനും ആയിപ്പോകാതെ വിസ്മൃതിയിലാകാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല വച്ചിരിക്കുന്ന സംവിധാനങ്ങളാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇബാദത്തിലേക്ക് മനുഷ്യൻ തിരിയുകയും അള്ളാഹുവിനെ കുറിച്ച് അവൻ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ ഉണ്ടാകുന്നത് ഹൃദയത്തിന് സമാധാനമാണ്, അവൻ ആശ്വാസമാണ്. അല്ലാഹു തആല പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയിൽ കൂടിയാണ്. അള്ളാഹുവിൻ്റെ സ്മരണ എപ്പോൾ മനുഷ്യനിൽ ഉണ്ടാകുന്നോ ആ സമയത്ത് മനുഷ്യന് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കാനും അള്ളാഹുവിൽ നിന്ന് അവന് ആശ്വാസം നേടാനും സാധിക്കും. അതുകൊണ്ട് ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകളുടെ കാര്യത്തിൽ ഉണർത്തുന്നുണ്ട്. ഇതാണ് പരിശുദ്ധമായ റമളാനിനെ കുറിച്ച് നിങ്ങൾക്ക് തണൽ വിരിക്കാനുള്ള സമയം, അതിനുള്ള ഒരു മാസം, അഥവാ നിങ്ങൾക്ക് ആശ്വാസം പകരുന്നു. തണലിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യനക്ക് എത്ര ആശ്വാസം സമാധാനവും ഉണ്ടാകുമോ അതേപോലെയാണ് ഇബാദത്തിൽ ലയിക്കുന്നവർക്ക്, ഇബാദത്തിലേക്ക് തിരിയുന്നവർക്ക്.
പ്രത്യേകിച്ച് വിശുദ്ധ റമളാൻ എന്ന് പറയുന്നത് മനുഷ്യന് വളരെ കൂടുതൽ ആശ്വാസം പകരുന്നതും അവന് സമാധാനമുണ്ടാക്കുന്നതുമാണ്. വിശുദ്ധ റമളാനിൽ കൂടി ഈ ആശ്വാസവും ഈ സമാധാനവും നമ്മൾ നേടിയെടുക്കുമ്പോഴാണ് റമളാനിൻ്റെ ഗുണം നമുക്ക് നേടാനും നമുക്ക് അതിൽ കൂടി അള്ളാഹുവിലേക്ക് അടുക്കാനും സാധിക്കുന്നത്. അള്ളാഹു തആല നമ്മളുടെ റമളാനും അതേ നിലയിൽ ആക്കി തീർക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.